ചങ്ങായിമാരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ന്യൂസ്. കുടകിൽ ഒരു പെൺകുട്ടി മിസ്സിങ് ആയിട്ടുണ്ട്. ട്രക്കിംഗ് ഏരിയാസിലേക്ക് പോയതാണ്. അത് നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലമാണ്. തടിയൻ്റെ മുകളിൽ ഹിൽ ഏരിയ. അതെന്ന് വെച്ചാൽ തടിയൻ്റെ മോൾ എന്നാണ് അതിൻ്റെ പേര്. തടിയൻ്റെ മുകളിൽ പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വിരാജ്പേട്ട പോകുന്ന വഴിക്ക് വലിയൊരു മലമുകളിലൊക്കെ കാണാം. അത് വെച്ചാൽ മടിക്കേരി ഭാഗത്താണ് ആ ഒരു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടി മിസ്സാവുന്നത് എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ആളെ അവിടെ മിസ്സായിട്ടൊന്നും ഇതുവരെ ന്യൂസൊന്നും കണ്ടിട്ടില്ല. അത് അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഓരോ ഗടാകൂടങ്ങൾ അവനവൻ തന്നെ വരുത്തി വെച്ചിട്ട് മറ്റുള്ളവർക്ക് തലവേദനയാവുന്നൊരു ഇഷ്യൂമാണ്. കാരണം വെച്ചാൽ ഫോറസ്റ്റിലുള്ളവർക്കും ഫോറസ്റ്റിലുള്ള ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ പോലീസുകാർക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള തലവേദനയായിരിക്കും ഇതിനുണ്ടാവുക. നിങ്ങൾക്കറിയാലോ, ഇതിനു മുന്നേ തന്നെ ഒരുത്തൻ പാറേൻ്റെ ഏതോ ഒരറ്റത്തൊരു പാറേൻ്റെ മുകളിൽ പോയി നിന്നിട്ട് അവനെ രക്ഷിക്കാൻ പെട്ട പാട് ആർമി അടക്കം വന്നിട്ട് രക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള തലവേദന കേസുകൾ വരുന്നുണ്ട്. എല്ലാവരും ഒഴിഞ്ഞു മാറുക ചെയ്യുന്നു. 4 ദിവസമായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പെൺകുട്ടി ഓരോ കൂടങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്നുവെച്ചാൽ ഒന്നും ഒരു വിവരമില്ല. കാരണം ഒറ്റക്ക് പോയതായിരിക്കും. കൂട്ടത്തോടെ പോയതാണെങ്കിൽ ഇങ്ങനെയുള്ള പെടലിലൊന്നും പെടില്ല. കാരണം ഒറ്റക്ക് പോയിട്ട് എന്താ ചെയ്തത്, എന്താ സംഭവിച്ചത് ഒന്നും അറിയില്ല. കാരണം മറ്റുള്ളവർക്കൊന്നും ഇപ്പം ഒറ്റൊരു തലവേദന എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും പ്രശ്നങ്ങളായിരിക്കും. പരുതാൻ പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ഫാമിലിയുടെ ഭാഗത്തുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ. ഇതിപ്പം പെട്ടത് മൊത്തം ഫോറസ്റ്റുകാരാണ്. കാരണം വെച്ചാൽ അവിടെ കൂർഗ് ഫോറസ്റ്റ് ഏരിയയിലാണ് കാണാതായിട്ടുള്ളത്. ഇനിയിപ്പോൾ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു, അവരെ തട്ടിക്കൊണ്ടുപോയതാണോ, ഇനി വന്യമൃഗങ്ങൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്തോ അതും നമുക്ക് സംശയിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെറുതെ വേണ്ടാത്ത പരിപാടിക്കാണ്. കാരണം വെച്ചാൽ ഒറ്റക്കൊക്കെ ഇങ്ങനത്തെ ട്രക്കിംഗ് ഏരിയാസിലൊക്കെ പോയിട്ട് പെടേണ്ട എന്ത് കാര്യമാണ് വെച്ചാൽ കുറ്റ്യാടി ഭാഗത്തുള്ള സ്വദേശിനെയാണെന്നാണ് തോന്നുന്നത്. ന്യൂസിലങ്ങനെ കണ്ടത്. പക്ഷേ ഈ ഒറ്റക്കൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഇത് ഏറ്റെടുത്തിട്ട് മറ്റുള്ളവർക്ക് മൊത്തം തലവേദന ആവുന്നൊരു കേസാണ്. തലവേദന എന്നല്ല, അതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും എന്നാ പറയണ്ടേ, അവരെ നമ്മളിപ്പം വരുതാൻ പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കും ഉണ്ടാവും അതിൻ്റെ ഓരോ വിഷമം. അപ്പോൾ ഓരോരാൾക്ക് ഓരോ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് ഇറങ്ങുമ്പോൾ അത് വളരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഇടാകൂടങ്ങൾ ഇതേപോലെ ഒപ്പിച്ചു വെക്കുന്നു. അതിന് എന്നാ പറയണ്ടേ, ഓടുന്നത് മറ്റുള്ളവരുമായിരിക്കും.